ഇത് നല്ലൊരു എനർജി ക്ലെൻസറാണ്. അതുകൂടാതെ തന്നെ നമ്മളുടെ ചിന്തയ്ക്കെല്ലാം ഒരു ക്ലാരിറ്റി കിട്ടും ഇത് വെച്ച് കഴിഞ്ഞാൽ. അതുകൂടാതെ തന്നെ സന്തോഷം, സമാധാനം, സമ്പത്ത്, സമൃദ്ധി ഇതെല്ലാം നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു പവർ ഈ കല്ലിന്. ഇത് നമ്മളുടെ വിൽ പവർ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുകൂടാതെ എന്ത് വേണമെങ്കിലും ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിനില്ലാത്ത ഗുണങ്ങളൊന്നുമില്ല എന്ന് പറയും. സ്റ്റോൺ വെക്കാൻ പറ്റിയ ശരിയായ സ്ഥലം എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഒരു റൂമിലേക്ക് പുറത്ത് നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് വരുന്ന ലെഫ്റ്റ് കോർണർ, ആ ഭാഗത്താണ് ഈ സ്റ്റോൺ സാധാരണയായി വെക്കാൻ ശരിയായ ഒരു സ്ഥലം, അല്ലെങ്കിൽ കൂടുതൽ എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് എനർജി അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. ഈ കല്ലിൻ്റെ എന്തെല്ലാമാണ് പ്രയോജനം എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ കരിയർ വളർച്ചയ്ക്ക്, വിദ്യാഭ്യാസത്തിന്, പിന്നെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട്, പിന്നെ ധാരാളം പണം നമ്മളിലേക്ക് എത്താനുള്ള സോഴ്സസ് ക്രിയേറ്റ് ചെയ്യും ഈ സ്റ്റോണിന്. അതിനുള്ള ഒരു പവറുണ്ട്. അതുപോലെ നമ്മളുടെ സൂര്യൻ്റെ ആ ഒരു പ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന എനർജി അത് കൂടുതൽ നമ്മുടെ വീട്ടിലേക്ക് അട്രാക്റ്റ് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ഹെൽത്ത് ആണെങ്കിൽ നമ്മൾ ഹെൽത്തിന് വളരെ വിശേഷപ്പെട്ടതാണ്. എല്ലാ കാര്യത്തിനും ഇതിന് ഒരുപാട് പവർഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോണാണ് ഇത്. ഇതിൻ്റെ പേരാണ് എല്ലോസിറ്റ്. ഈ ഒരു കല്ല് നമ്മൾക്ക് എവിടെ നിന്ന് വാങ്ങാൻ പറ്റും? ഓൺലൈനിൽ നിന്ന് എല്ലായിടത്തും വാങ്ങാൻ പറ്റും. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അത് നമ്മൾക്ക് വലിയ വിലയൊന്നുമില്ല, ഒരു 400-500 ഒക്കെ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. എനിക്ക് ശരിക്കും ഓർമ്മയില്ല, അന്ന് കുറച്ച് സാധനങ്ങൾ കൂടുതൽ വാങ്ങിയതുകൊണ്ട് ശരിയായ ഒരു ഓർമ്മയില്ല. എന്നാലും നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എപ്പോഴും ആ വെച്ച ഭാഗം വളരെ വൃത്തിയായിട്ട്, ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആ വെച്ച ഭാഗങ്ങൾ വൃത്തിയായിട്ട് ഈ സ്റ്റോൺ ആണെങ്കിലും ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴുകാൻ പറ്റുകയാണെങ്കിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ഗ്ലാസ് ബൗളിൽ വെക്കാം. നമ്മൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നതാണ്. ഈ സ്റ്റോൺ നമ്മളവിടെ വെക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ഒരു പവർ നമുക്ക് കിട്ടും. പിന്നെന്താ, വീട്ടിൽ സന്തോഷം, സമാധാനം, ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് വ്യാപാരികളുടെ പ്രധാനപ്പെട്ട സ്റ്റോൺ എന്നാണ് പറയുന്നത് തന്നെ. ഒരു ബിസിനസ്സുകാർ അല്ലെങ്കിൽ കരിയർ വളർച്ചയ്ക്കൊക്കെ ഉപയോഗിക്കാൻ ഇത് പല ആൾക്കാരും, ഒരുപാട് വലിയ പൈസക്കാരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളൊന്നും അറിയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ കഴിയുന്നതും ഇനി വൈകാതെ തന്നെ ഇതെല്ലാം വാങ്ങി വെക്കുക. ഇതിൻ്റെ ശരിയായ സ്ഥലം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ വീട്ടിനകത്ത് പുറത്ത് നിന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ലിവിങ് ഏരിയയിൽ, അപ്പോൾ ഒന്നാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ കൂടുതൽ സമയം എവിടെയാണ്, ഇതിപ്പോൾ ഇതിൻ്റെ സ്ഥലം, ഇത് വെക്കേണ്ട സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം അധികം എനിക്ക് തോന്നുന്നു ലിവിങ് ഏരിയ ആയിരുന്നു. അപ്പം നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം ലിവിങ് ഏരിയ ആവാനാണ് അല്ലേ. എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ ലിവിങ് ഏരിയയിലാണ്. അപ്പോൾ ലിവിങ് ഏരിയയിൽ നമ്മളിപ്പോൾ പുറത്ത് നിന്ന് ഇത് വെക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ, നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ മെയിൻ ഡോറിൻ്റെ അവിടെ എത്തുമ്പോൾ, ലിവിങ് ഡോറിലേക്ക് പുറത്ത് നിന്ന് ലിവിങ് ഏരിയയിലേക്ക് പാസ് ചെയ്യുമ്പോൾ, എവിടെ നമ്മുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ് ലെഫ്റ്റ് കോർണറിൽ, അതാണ് ഇതിന് പറ്റിയ സ്ഥലം. നല്ല ഒരു ഒരു ബ്രാസിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെയോ ഒരു ചെറിയ ഒരു ബൗളിൽ ഇത് ഇട്ട് വെക്കുക. അതിൻ്റെ കൂടെ ഇനിയും ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഇതിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് നല്ല കോയിൻസ്, അല്ലെങ്കിൽ പിന്നെന്താ നമ്മളുടെ ഏതെങ്കിലും ഓർണമെൻറ്റ്സിൻ്റെ തന്നെ ചെറിയ ചെറിയ പാർട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കമ്മലിൻ്റെ നമ്മൾ ഇയറിങ്സിൻ്റെ ഏതെങ്കിലും ഒന്നോ അങ്ങനെയൊക്കെ ഉള്ളത് അതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമ്മളുടെ വിൽ പവർ എൻഹാൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതുകൂടാതെ തന്നെ ഇത് നമ്മളുടെ ചിന്തയ്ക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവും, നമുക്കൊരു ഫോക്കസ് കൊടുക്കാൻ പറ്റും. ഈ കല്ല് പ്രധാനമായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന മറ്റു സ്ഥലങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ലിവിങ് ഏരിയയിൽ നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ മേലെയോ അല്ലെങ്കിൽ ഒരു ടീപ്പോയുടെ മേലെയോ നല്ല ഒരു ചുവന്ന തുണി വിരിച്ച്, നല്ല വെൽവെറ്റിൻ്റെ തുണിയൊക്കെ വിരിച്ച് അതിന് നല്ല ഭംഗിയായിട്ട് അതിൻ്റെ മേലെ ഒരു ചെറിയ ബൗൾ മതി കേട്ടോ. കുറച്ച് കുഴിഞ്ഞ ബൗളായിരിക്കണം, ചെറുതാണെങ്കിലും കുഴിഞ്ഞ ബൗളായിരിക്കണം. അതിൽ നമുക്ക് ഇത് ഇട്ട് വെക്കാം. അതിൻ്റെ കൂടെ കോയിൻസും എല്ലാം ഇട്ട് വെക്കാം നമുക്ക്. പിന്നെ അതുകൂടാതെ ഇത് ഇട്ട് വെക്കാം എന്ന് പറയുന്നത് നമ്മളുടെ വാലറ്റിൽ വെക്കാം, ഹാൻഡ് ബാഗിൽ വെക്കാം. പിന്നെ ഓഫീസൊക്കെ ആണെങ്കിൽ നമ്മൾ ക്യാഷ് ഏതിലാണ് ഇട്ട് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഇട്ട് വെക്കാം. പിന്നെ വീട്ടിൽ തന്നെ നമ്മുടെ ബ്യൂറോയിൽ പണം, ആഭരണങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ആ ഒരു അറയിൽ ഇട്ട് വെക്കാം. ഇത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യമാണ് കേട്ടോ. വീട്ടിലെ പോസിറ്റിവിറ്റിക്കും പേഴ്സണലായിട്ടുള്ള പോസിറ്റിവിറ്റിക്കും ആ ഫാമിലിയിൽ താമസിക്കുന്ന ഓരോ അംഗത്തിനും ഇതിൻ്റെ റിസൾട്ട് ഇത് അട്രാക്റ്റ് ചെയ്യുന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇതിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ. ഒരു 400 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പീസ് എന്തായാലും കിട്ടും.
അതൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂമിലേക്ക്, അല്ല ഇനിയിപ്പോൾ നമുക്ക് പൈസ ചിലവാക്കാൻ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ 2-3 വാങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ ഒന്ന് ലിവിങ് ഏരിയയിൽ വെക്കുക, അല്ലെങ്കിൽ വീട്ടിൽ പണം സൂക്ഷിക്കുന്ന ബ്യൂറോവിൽ വെക്കുക. അതുപോലെ ഓഫീസിലാണെങ്കിൽ ഓഫീസിൽ ക്യാഷൊക്കെ ഡീൽ ചെയ്യുന്ന എവിടെയാണ് നമ്മൾ വെക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തും ഇത് വെക്കാൻ പറ്റും. വളരെ നല്ലതാണ്. നമുക്ക് എവിടെയൊക്കെ പോസിറ്റിവിറ്റി വേണമെന്ന് തോന്നുന്നോ ആ ഭാഗത്ത്, പ്രത്യേകിച്ച് നമ്മൾ പണത്തിൻ്റെ ഇടപാട് ചെയ്യുന്നവിടെ മസ്റ്റായിട്ട് ഇത് വെക്കേണ്ടതാണ്. ഇതിൻ്റെ പേര് യെല്ലോ സിട്രിൻ എന്നാണ്. ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് നിങ്ങൾക്ക് ഒന്ന് വേണമെങ്കിൽ ഒന്ന് വാങ്ങാം, അല്ല പൈസ ചിലവാക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ അവർക്ക് ഒരു 4-5 ഒക്കെ വാങ്ങി ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ സൂക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും ഇതിനെപ്പറ്റി അറിയാൻ പറ്റും കേട്ടോ. ഒരു മാസം 2 മാസമൊക്കെ ആകുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് ഈ മാറ്റം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ആ വെക്കുന്ന സ്ഥലം വളരെ ക്ലീൻ ആയിരിക്കണം. വളരെ ക്ലീൻ എന്ന് പറഞ്ഞപ്പോൾ ഡൈനിങ് ടേബിൾ, ലിവിങ് ഏരിയ ആണ് വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഓരോ റൂമിൻ്റെയും ഈ കോർണറിൽ വേണമെങ്കിലും നമുക്ക് വെക്കാം. അതായത് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ലിവിങ് ഏരിയയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ നമ്മളുടെ ഓപ്പോസിറ്റ് സൈഡ് ലെഫ്റ്റ് കോർണർ. അതിപ്പോൾ ബെഡ്റൂമിലേക്ക് ആയാലും ശരി, ബെഡ്റൂമിൻ്റെയും ഇത് സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ ബെഡ്റൂമിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് കോർണർ. അത് ഏത് മുറിയിലും നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് കോർണറിൽ ഓപ്പോസിറ്റുള്ള ലെഫ്റ്റ് കോർണർ ആ സ്ഥലമാണ് ഇത് പ്രോപ്പറായ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇത് സൂക്ഷിക്കാൻ കൂടുതൽ അട്രാക്റ്റ് ചെയ്യും ധനത്തിനെയും. ഇതെന്ന് പറയുമ്പോൾ മണി, വെൽത്ത്, അബൻഡൻസ് എല്ലാത്തിനും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു എന്താ പറയുക നല്ല സ്ഥലമാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ അത് വെക്കുന്നത് മാത്രം പോരാ, നമ്മൾ വെക്കുന്ന ബൗൾ നന്നായി ക്ലീൻ ചെയ്ത ശേഷമായിരിക്കണം വെക്കണത്. ആ ബൗൾ വെക്കുന്ന ആ സർഫസും നന്നായിരിക്കണം, വളരെ ക്ലീൻ ആയിരിക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വൃത്തിയാക്കി വെക്കണം. അതായത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നന്നായിട്ട് പൊടിയൊക്കെ തട്ടി അവിടെ നല്ല വൃത്തിയായിട്ട് വെക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ബിസിനസ് വളർച്ചയ്ക്കും അല്ലെങ്കിൽ വീട്ടിലെ ധനവർദ്ധനവിനും വീട്ടിലെ സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മൾക്ക് ജീവിക്കാനുള്ള ഒരു അവസരമൊക്കെ ഈ സ്റ്റോണിന് നൽകാനുള്ള കഴിവുണ്ട്. അത്രയും പവർഫുള്ളാണ് ഈ യെല്ലോ സിട്രിൻ എന്ന് പറയുന്നത്. നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് കുറച്ചുകൂടി അതിൻ്റെ റിവ്യൂസൊക്കെ നോക്കി, ഓരോ കമ്പനിക്കാരുടെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ റിവ്യൂസൊക്കെ നോക്കിയിട്ട് നമ്മൾ അത് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ മതി. വലിയ വലിയ ബിസിനസ്സുകാരുടെ വീട്ടിലൊക്കെ, വ്യാപാരികളുടെ വീട്ടിലൊക്കെ ഇത് എന്തായാലും അവർ വെച്ചിരിക്കും. ഇത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഓരോ ദിവസം തോറും അവർക്ക് അവരുടെ സമ്പത്ത് കൂടി വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്യണം, എല്ലാവരും ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ അതിനു വേണ്ടി നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ചിലവാക്കില്ല, നിസ്സാര കാര്യങ്ങൾക്ക് പോലും ചിലവാക്കും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പൈസ ചിലവാക്കാൻ മടിയാണ്. അറിഞ്ഞാൽ തന്നെ നമ്മൾ ഇത് വെറുതെയാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ തള്ളിക്കളയാതെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. വലിയ ചിലവൊന്നും ഇല്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും വാങ്ങിയിട്ട് നിങ്ങളുടെ ലിവിങ് ഏരിയയിൽ ഇതൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഒന്നാമത്തത് വീട്ടിലുള്ള എല്ലാവർക്കും നല്ലൊരു ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും. പിന്നെ സൂര്യൻ്റെ ആ ഒരു തേജസ് നമ്മുടെ വീട്ടിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ഈ യെല്ലോ സിട്രിൻ എന്ന് പറയുന്ന ഈ കല്ലിന് ഭയങ്കര പവറാണുള്ളത്. പിന്നെ നമ്മളുടെ എന്താ പറയുക, പ്രോസ്പെരിറ്റി, അബൻഡൻസ്, പിന്നെ ഹെൽത്ത്, പോസിറ്റീവ് എനർജീസ് പാസ് ചെയ്യാൻ ഈ സ്റ്റോണിന് നല്ലൊരു പവറുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നത്, ഈ ഒരു യെല്ലോ സിട്രിൻ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും ജോലിയൊന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാൽ മതി, പണം തനിയെ വരും എന്നല്ല കേട്ടോ. പക്ഷെ നമ്മൾക്ക് പണം വരാൻ, സന്തോഷം വരുന്ന കാര്യങ്ങൾ ലൈഫിൽ, പിന്നെ ആ ഒരു മുഹൂർത്തങ്ങൾ, ജോലി കിട്ടാൻ, വരുമാനം കിട്ടാനുള്ള ബിസിനസ്സുകളോ അല്ലെങ്കിൽ ജോലികളോ നമ്മളിലേക്ക് വരിക. അങ്ങനെ ബ്ലോക്കുകളെല്ലാം മാറിക്കിട്ടും. നമ്മൾ എന്തായാലും ജോലി എടുത്തേ പറ്റുള്ളൂ. ചിലപ്പോൾ ചിലവർ നമ്മൾ എത്ര ട്രൈ ചെയ്താലും നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടില്ല. ഇനിയിപ്പോൾ അഥവാ വന്നാൽ തന്നെ അത് വഴുതി മാറി വേറെ എങ്ങനെയെങ്കിലും അത് റിജക്റ്റായി പോകും. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതെ നമ്മുടെ വഴികൾ, നമ്മളുടെ ഗ്രോത്ത് വേ ഒക്കെ നമുക്ക് ഓപ്പണായി കിട്ടും. ഒരു ബ്ലോക്കും ഇല്ലാതെ ഓപ്പണായി കിട്ടും നമുക്ക്. ഞാൻ ഈ ഒരു സബ്ജക്റ്റ് വീഡിയോ ചെയ്യാമെന്ന് പെട്ടെന്നാണ് കേട്ടോ തീരുമാനിച്ചത്. ഞാനിപ്പോൾ ബാംഗ്ലൂരുമാണ് താമസിക്കുന്നത്. ഞാൻ വീട്ടിലായിരുന്നെങ്കിൽ ഞാനത് കാണിച്ചു തരായിരുന്നു. ഇനി ഒരു വീഡിയോ എടുക്കുമ്പോൾ ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരുമായിരുന്നു കേട്ടോ, എങ്ങനെയാണ് എന്താണെന്നുള്ളത്. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതിയല്ലോ. ഞാൻ വീട്ടിൽ പോയിട്ട് ഇനി ഒരു വീഡിയോ എടുക്കുമ്പോൾ ഞാനത് വെച്ചതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇനി എല്ലാവരും സമയം കളയാതെ അടുത്ത ദിവസങ്ങളിൽ തന്നെ സെർച്ച് ചെയ്യുക, ഈ സാധനം ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുക, വീട്ടിൽ ഞാൻ പറഞ്ഞ ഭാഗത്ത് വെക്കുക, നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. വളരെ എന്താ പറയുക, വളരെ കരുതലോടുകൂടി. ഇപ്പോൾ എന്തിനാ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ പോലും ഈ സ്റ്റോൺ നമ്മൾ കയ്യിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ആ ബൗൾ തന്നെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്താലുണ്ടല്ലോ നന്നായി നടക്കുന്നതാണ് പറയുന്നത് കേട്ടോ. അനുഭവസ്ഥർ പറയുന്നതാണ്. അങ്ങനെ ഞാൻ പല വീഡിയോയിലും കാണുകയും ചെയ്തു അത്. ഞാനും പക്ഷെ ഞാനത് ഇപ്പോൾ റീസെൻ്റായിട്ടാണ് ഞാനത് വാങ്ങിയത്. എനിക്ക് മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട് ചെറുതായിട്ട്. കൂടുതൽ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ 1 മാസത്തോളം ഞാൻ ഇവിടെ ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് പോകുള്ളൂ.
അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഇത് വെച്ചിട്ട് ചെയ്യണം എന്ന് ഞാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളും താമസിയാതെ എത്രയും പെട്ടെന്ന് ഇത് വാങ്ങി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അടുത്ത വീഡിയോയിലല്ല, ഏത് വീഡിയോ ഇടുമ്പോഴും നിങ്ങൾ കമൻറ്റ് വന്നിടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. ഓക്കെ.